കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവമാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ഡോക്ടർ സെർബിൻ മുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ മുറിയിൽ വെച്ച് തന്നെ മദ്യം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നായിരുന്നു യുവ ഡോക്ടറുടെ പരാതി. ആഭ്യന്തര അന്വേഷണത്തിന് പിന്നാലെ സെർബിൻ മുഹമ്മദിനെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഇയാൾ ഇപ്പോഴും ഒളിവിലാണ്. വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, ഇത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. ഇതുവരെയും ഈ കേസിൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനിടെയാണ് ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നു, ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. വിശദാംശങ്ങൾ. തീർച്ചയായും ടോം, കഴിഞ്ഞ മാസം 24-നാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു മാസം പിന്നിടുന്നു. ഇതുവരെയും ഈ കുറ്റാരോപിതനായ പ്രതിയെ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടന്നു വരുന്നതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം ഇയാളുടെ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഏകദേശം ഈ ഒരു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം യുവ ഡോക്ടറെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു പരാതിയെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു കേസ് അറസ്റ്റ് ചെയ്യുകയും അതിന്റെ അന്വേഷണം നടക്കുകയും ചെയ്തത്. പക്ഷേ ഈ കുറ്റാരോപിതനായ സെർബിൻ മുഹമ്മദ് ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സെർബിന് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ സെർബിൻ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ ജാമ്യത്തിന് ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസമാണ് തള്ളിയ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴും അന്വേഷണം നടക്കുന്നതായിട്ടാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇത്രയും നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു മാസം ആവുകയാണ് ഈ സംഭവം നടന്നിട്ട്. അതും ആശുപത്രിക്കുള്ളിൽ വെച്ച് ഡോക്ടറുടെ മുറിയിൽ വെച്ച് ഒരു ദുരനുഭവം ഒരു വനിതാ ഡോക്ടർക്ക് നേരെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇവിടെ ഈ പ്രതിയെ സംരക്ഷിക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടോ വിനീഷ്? ടോം, ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ വനിതാ ഡോക്ടർക്ക് യാതൊരു സംരക്ഷണവും കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കേസ്. ശരിക്കും പറഞ്ഞാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യുവ ഡോക്ടർ ആദ്യം പരാതി നൽകിയത് അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനാണ്. തുടർന്ന് DMO അടക്കം ഈ ഒരു കേസിൽ ഇടപെടുകയും അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണ വിധേയമായിട്ട് തന്നെ ഈ ഒരു ഡോക്ടർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ഡോക്ടറെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഇത് പോലീസിൽ പരാതി നൽകുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു അന്വേഷണം നടന്നു വന്നിരുന്നു. പോലീസ് അത്തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരിയായ യുവ ഡോക്ടർ നേരിട്ട് മജിസ്ട്രേറ്റിന് മൊഴി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കുറ്റാരോപിതനായ ഡോക്ടർ ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കുറ്റാരോപിതനായ ഡോക്ടറുടെ സ്വദേശം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തേക്ക് ഈ പോലീസ് അടക്കം എത്തുകയും പരിശോധനയൊക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം തുടരുകയാണ്. പക്ഷേ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെയാണ്. എവിടെയുണ്ട് ഈ ഡോക്ടർ, എവിടെ ഉണ്ട് എന്ന് എന്തെങ്കിലും സൂചന പോലീസിന് ലഭ്യമായിട്ടുണ്ടോ വിനീഷ്? ഇയാൾ ഈ സ്വന്തം നാട്ടിൽ തന്നെ ഉണ്ടോ അതോ മറ്റെവിടെയെങ്കിലേക്കും ഈ സംഭവത്തിന് പിന്നാലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ സംസ്ഥാനം വിടാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് അത്തരത്തിലുള്ള ഒരു അന്വേഷണവും നടക്കുന്നുണ്ട് ടോം. നമ്മൾ പോലീസിൽ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പോലീസിന്റെ ഭാഗത്ത് കൃത്യമായ ഒരു അന്വേഷണം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലും ബന്ധുക്കളുടെ പോകാനുള്ള ബന്ധുക്കളുടെ ഇടയിലും എല്ലാം പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഈ കുറ്റാരോപിതനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അയാൾ ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ ജാമ്യത്തിന് ശ്രമിക്കുന്നു. പക്ഷേ ഈ പോലീസ് വളരെ കൃത്യമായിട്ടാണ് ഈ ഒരു കേസ് തന്നെ അന്വേഷിക്കുന്നത്. ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതി അയാളുടെ ജാമ്യം പൂർണ്ണമായും നിഷേധിച്ച സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് പ്രതിയായ ഡോക്ടർ സെർബിൻ മുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രതി ഒളിവിലെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ.